തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30 മുതൽ സെപ്റ്റംബർ മാസം 8 വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തിനിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ആംബുലൻസിന് ഡ്രൈവറെ നിയമിക്കാൻ പോകുന്നു. ADV ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ADV ന്യൂസ് ഇമ്പാക്ട്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാട് മൂടപ്പെട്ടും മാലിന്യം നിറച്ചും പൊതുജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയാണ് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ. മരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച അതിഥി മന്ദിരം തെരുവ് നായ്ക്കൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും താവളമാകുന്നു.
പോലീസ് ഒടുവിൽ പാലീസായി. അഞ്ചൽ പോലീസിന്റെ ജീപ്പാണ് പാലീസ് എന്ന ബോർഡിൽ ഓടുന്നത്. അഞ്ചൽ റേഞ്ച് ഓഫീസ് പടിക്കലെ ട്രാൻസ്ഫോമറിന്റെ അടിവശത്ത് കിടക്കുന്ന മാലിന്യം പട്ടണത്തിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും നിർമ്മിച്ചിട്ടും ഇവയെല്ലാം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ. വിഷരഹിത പച്ചക്കറി വിതരണം ചെയ്ത് സന്തുഷ്ടനായ മികച്ച കർഷകൻ വാസുദേവൻ വീണ്ടും കൃഷിയിടത്തിൽ തിരിച്ചെത്തുന്നു. വാർത്തകൾ വിശദമായി. അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ആംബുലൻസിന് ഡ്രൈവറെ നിയമിക്കാൻ പോകുന്നു. ADV ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ADV ന്യൂസ് ഇമ്പാക്ട്. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിലെ ആംബുലൻസിന് ഡ്രൈവർ ഇല്ലാതെ നശിക്കുന്നതായി ADV ന്യൂസ് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത്. വാർത്തയെ തുടർന്ന് ആശുപത്രി അധികൃതർ ആംബുലൻസിന് ഡ്രൈവറെ ആവശ്യമുണ്ടെന്നും താൽപ്പര്യമുള്ളവർ ഈ മാസം 10-നകം അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ അപേക്ഷിക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് ജസ്റ്റിൻ ജോസ് ADV ന്യൂസിനോട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലക്ഷങ്ങൾ മുടക്കി പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും നിർമ്മിച്ചിട്ടും ഇവയെല്ലാം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ. അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രി ലക്ഷങ്ങൾ മുടക്കി പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും നിർമ്മിച്ചിട്ടും ഇവിടെ ഒരു പ്രസവ കേസ് പോലും നാളിതുവരെയും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അഞ്ചലിലും പരിസര പ്രദേശത്തു നിന്നും ചികിത്സ തേടിയെത്തുന്ന ഗർഭിണികളായ രോഗികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കോ തിരുവനന്തപുരം SIT-യിലേക്കോ അയക്കുകയാണ് അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത്. അഞ്ചലെ ഗവൺമെന്റ് ആശുപത്രി ഇത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ഇവിടെ വരുന്ന ഒരു ഡെലിവറി കേസിന് എല്ലാം ഇവിടുന്ന് ആളുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം കൊല്ലമെന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലേക്കും കൊല്ലൂരിലേക്കും ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥ ഇവിടെ ഉള്ളത്. ഡോക്ടർമാരോ നഴ്സുമാരോ സമയത്ത് കിട്ടാതെ വരുന്ന രോഗികൾക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കുകയാണ്. നമ്മുടെ അഞ്ചൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ ഇഷ്ടംപോലെ സാമഗ്രികൾ ജില്ലാ പഞ്ചായത്ത് പുനലൂർ മണ്ഡലത്തിലുള്ള ഇത് എല്ലാം ഏർപ്പാടുകൾ MLA MP ഇങ്ങനെയുള്ള സർവ്വ സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഈ ജോലി ചെയ്യുന്ന വീഴ്ചകൾ ഭയങ്കരമായിരിക്കുകയാണ്. അഞ്ചൽ പഞ്ചായത്ത് വെച്ച് നമ്മൾ ഇത്രയും വിശാലമായ ഒരു ആശുപത്രി മിഷനറിയും ഉള്ള ഒരു സ്ഥിതിക്ക് ഒരു പ്രസവ കേസ് പോലും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുന്നത്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇല്ലാത്തതാണ് കാരണം. അതെ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇല്ലാത്തതാണ്. ഇത് സമയത്ത് നോക്കാൻ ഒക്കുന്ന ഡോക്ടർമാർ വേണ്ടേ, അത് ഇവിടെ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ. അഞ്ചൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് പാവങ്ങൾ വരുന്ന വീട്ടുകളിൽ നിന്ന് വരുന്ന ആളുകളെ ഇവിടെ പ്രസവം എടുക്കാനും കാര്യങ്ങളും എല്ലാം ഒക്കുന്ന ഒരു സംവിധാനമുള്ള ഏറ്റവും A ഗ്രേഡ് പഞ്ചായത്തിന്റെ ഒരു അറ്റത്താണ് ഇതിന്റെ സ്ഥാപനം നിൽക്കുന്നത്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമല്ലാത്തത് കാരണമാണ് ഡെലിവറി കേസുകൾ ഇവിടെ പ്രവേശിപ്പിക്കാത്തതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും നാളിതുവരെയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നിയമിക്കാൻ അഞ്ചലിലെ ഒരു ജനപ്രതിനിധിക്കോ രാഷ്ട്രീയ നേതാവിനോ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച അതിഥി മന്ദിരം തെരുവു നായ്ക്കൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും താവളമായി മാറുന്നു. മരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ ചിലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെ കുളത്തൂപ്പുഴ മാർക്കറ്റ് ജംഗ്ഷന് സമീപം പഴയ ഗസ്റ്റ് ഹൌസിന്റെ കോമ്പൗണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അതിഥി മന്ദിരമാണ് തെരുവു നായ്ക്കൾക്കും സാമൂഹ്യ വിരുദ്ധന്മാർക്കും താവളമായിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിൽ കെട്ടിട നിർമ്മാണം ആരംഭിച്ച് പണികൾ പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം നടത്തുന്നതിന് തൊട്ടുമുൻപ് സ്വന്തം കെട്ടിടം പൂർത്തിയാകാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവർത്തിക്കാൻ താൽക്കാലികമായി നിർമ്മാണം പൂർത്തിയായ അതിഥി മന്ദിരം വിട്ടുകൊടുക്കുകയായിരുന്നു. പട്ടികവർഗ വകുപ്പിന്റെ കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി അരിപ്പയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്കൂൾ അവിടേക്ക് മാറ്റുന്നതോടെ അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്യാമെന്ന ധാരണയിലാണ് ഇത്തരത്തിൽ ക്രമീകരണം നടത്തിയിരുന്നതെങ്കിലും കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ അരിപ്പയിൽ പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. കെട്ടിടം 3 വർഷമായി ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിലും ഇതിന്റെ ഉദ്ഘാടനം നടത്തി തുറന്നുകൊടുക്കാൻ മരാമത്ത് വകുപ്പ് ഇതേവരെയും തയ്യാറായിട്ടില്ല. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർത്തും അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത കണ്ണാടി സ്ഥാപിച്ചിരുന്നതുമൊക്കെ തകർക്കുകയും ചെയ്തു. അലൂമിനിയം ഫ്രെയിം പാതിയിലേറെ മോഷ്ടാക്കൾ കടത്തി. ഒപ്പം വൈദ്യുതീകരിച്ചിരുന്ന ഉപകരണങ്ങളും കടത്തിക്കൊണ്ടുപോയി. എല്ലാ മുറികളും താഴിട്ട് പൂട്ടിയ നിലയിലാണെങ്കിലും മുറിക്കകത്ത് മുഴുവൻ മാലിന്യങ്ങളും മദ്യക്കുപ്പികളുമാണ് കിടക്കുന്നത്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഒഴിഞ്ഞുപോയെങ്കിലും
താക്കോൽ കൈമാറാൻ പട്ടികവർഗ വകുപ്പ് തയ്യാറാകാത്തതാണ് അതിഥി മന്ദിരം നവീകരിച്ച് ഉദ്ഘാടനം നടത്താൻ കഴിയാത്തതെന്നാണ് മരാമത്ത് കെട്ടിട വിഭാഗം അധികൃതരുടെ ഭാവ്യം. കാടുകയറിയും സാമൂഹ്യ വിരുദ്ധന്മാർക്ക് താവളമാക്കിയും തെരുവ് നായ്ക്കൾക്ക് വിശ്രമ കേന്ദ്രവുമായി ഇവിടെ മാറിയിട്ടും അധികൃതരുടെ അലംഭാവം തുടരുകയാണ്. പഴയ ഗസ്റ്റ് ഹൌസ് രാജഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ്. ഇവിടെ നവീകരിച്ചിട്ടിരിക്കുകയാണെങ്കിലും അതിഥികൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ട നടപടിയില്ലാത്തതിനാൽ കഴിഞ്ഞ കുറെ കാലമായി കെട്ടിടം അനാഥമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചൽ റേഞ്ച് ഓഫീസ് പടിക്കലെ ട്രാൻസ്ഫോമറിന്റെ ചുവട്ടിൽ കിടക്കുന്ന മാലിന്യം പട്ടണത്തിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നു. അഞ്ചൽ റേഞ്ച് ഓഫീസ് പടിക്കലിലെ ട്രാൻസ്ഫോമറിന്റെ അടിവശത്ത് മാലിന്യവും ചപ്പുചവറും കൊണ്ടിട്ടിരിക്കുന്നത് അപകട ഭീഷണി നേരിടുന്നു. ഈ ചവറുകൾ അബദ്ധത്തിൽ തീപിടിച്ചാൽ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ വൻ ദുരന്തമായിരിക്കാൻ സംഭവിക്കാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റി പോസ്റ്റേ ഇത് ഇവിടെ ട്രാൻസ്ഫോമറാണ് ഒരാൾ സിഗരറ്റ് കത്തിച്ചിട്ട് തീ പിടിച്ച് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ജനങ്ങൾക്ക് മൊത്തം ബുദ്ധിമുട്ടായത്. ഇതിനൊരു പരിഹാരം കാണണം എത്രയും പെട്ടെന്ന്. 11 kV ലൈൻ ഉൾപ്പെടെയുള്ള വൈദ്യുത ലൈനുകൾ പോകുന്ന ട്രാൻസ്ഫോമറിന്റെ അടിവശത്തെ ചപ്പുചവറും മാലിന്യവും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് ഇവിടുത്തെ ആട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ. കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. അപകടക്കണി വിധിച്ച് KSEB. കുളത്തൂപ്പുഴയിൽ പലയിടങ്ങളിലും KSEBയുടെ അനാസ്ഥ കാരണം അപകടക്കണികൾ ദുരന്തങ്ങൾക്കായി കാത്തുനിൽക്കുകയാണ്. പ്രധാനമായും സർക്കാർ സ്കൂൾ പരിസരങ്ങളിലാണ് സുരക്ഷിതമല്ലാത്ത വൈദ്യുത ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. കുളത്തൂപ്പുഴയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ലക്ഷം വീട് കോളനിയിലെ പാതയിലടക്കമുള്ള തെരുവ് വിളക്കുകൾക്കായി സ്ഥാപിച്ച ഫ്യൂസ് കാരിയറിന് അടപ്പില്ലാതെ തുറന്ന നിലയിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഏറ്റവും പുതിയ സംഭവം. വൈദ്യുത പോസ്റ്റിൽ കൈയെത്തുന്ന ഉയരത്തിൽ അശ്രദ്ധമായി ആർക്കും വൈദ്യുതാഘാതം ഏൽക്കാവുന്ന വിധത്തിൽ നിരുത്തരവാദിത്തത്തോടെയാണ് യാതൊരു സുരക്ഷയുമില്ലാതെ ഫ്യൂസ് കാരിയറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
പോലീസ് ഒടുവിൽ പാലീസായി. അഞ്ചൽ പോലീസിന്റെ ജീപ്പാണ് പാലീസ് എന്ന ബോർഡിൽ ഓടുന്നത്. അഞ്ചൽ പോലീസിന്റെ ഔദ്യോഗിക വാഹനം ഇപ്പോൾ ഓടുന്നത് പാലീസ് എന്ന ബോർഡും വെച്ചാണ്. അക്ഷരമാരെങ്കിലും വലിച്ചിളക്കി കളഞ്ഞതാണോ ഇളകിപ്പോയതോ എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഈ വാർത്തയെ തുടർന്നെങ്കിലും ദിനവും ജീപ്പിൽ സഞ്ചരിക്കുന്ന പോലീസുകാർ അക്ഷരത്തെറ്റെങ്കിലും മനസ്സിലാക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അഞ്ചൽ പട്ടണത്തിന്റെ തലങ്ങും വിലങ്ങും ഓടുന്ന ഈ വാഹനത്തിലെ അക്ഷരത്തെറ്റ് എന്തായാലും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിഷരഹിത പച്ചക്കറി വിതരണം ചെയ്ത് സന്തുഷ്ടനായ മികച്ച കർഷകൻ വാസുദേവൻ വീണ്ടും കൃഷിയിടത്തിൽ തിരിച്ചെത്തുന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 11 മൈൽ സ്വദേശി വാസുദേവൻ തന്റെ പാട്ടപ്പുരയിടത്തിൽ പാവയ്ക്കായ് കൃഷി ഇറക്കി സജീവമാകുന്നു. കഴിഞ്ഞ ടൈമിൽ പാവയ്ക്കായ് കൃഷിയിൽ കാലാവസ്ഥ ചതിച്ചതിനെ തുടർന്ന് കനത്ത നഷ്ടം നേരിട്ട വാസുദേവൻ ഇക്കുറിയും പാവയ്ക്കായ് കൃഷി ഇറക്കാൻ തീരുമാനിച്ച് നിലം പാകപ്പെടുത്തുന്ന തിരക്കിലാണ്. കഴിഞ്ഞ സ്ഥിരമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് മികച്ച കർഷകനായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. വേറെ പഞ്ചായത്തിന് ഉപരിയായിട്ട് വേറെ ബ്ലോക്കോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് വന്നെല്ലാം കണ്ടുപോയിട്ടുണ്ട്. അവാർഡ് തന്നിട്ടില്ല. ജൈവ കൃഷിയെ പിന്തുടരുന്ന വാസുദേവൻ ഒന്നാന്തരം പയർ വിളവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ചാണകമാണ് പ്രധാന വളമായി കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കാലാവസ്ഥയും വന്യമൃഗങ്ങളുമാണ് പ്രധാനമായും കൃഷിനാശത്തിന് കാരണമാകുന്നത്. പരമ്പരാഗതമായ ജൈവ കീടനാശിനികൾ കൊണ്ട് കീടങ്ങളെ നേരിട്ട് മുന്തിയ വിളവാണ് വാസുദേവൻ ഓരോ തവണയും നേടുന്നത്. പയർ, പാവൽ എന്നിവയ്ക്ക് പുറമെ വിവിധ ഇനം വാഴകളും വാസുദേവൻ പാട്ടത്തിനെടുത്ത് തന്റെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുക്കാറുണ്ട്. എത്ര ദിവസം അതിന്റെ വിളവെടുപ്പ്? ഇത് 60 ദിവസം, 80-90 ദിവസം കിട്ടും. 90 ദിവസം മൊത്തം ജൈവ രീതി തന്നെയാണ്. ജൈവ രീതി തന്നെയാണ്. ചാണകം ഇറക്കിയിട്ട് അതുകൂടെ കൂട്ടി പിടിക്കും. ഇതാണ് ഇതിന്റെ വളം. രാസവളങ്ങളൊന്നും പ്രയോഗിക്കുന്നില്ല. പിന്നെ ചാണകം, പിന്നെ വേറെന്തൊക്കെ പച്ചവളങ്ങളാ? വേറെ ഇതിനകത്ത് ചാണകം കൂടാതെ ഇത് ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. വേപ്പെണ്ണ മിശ്രം കലയ്ക്കുന്നുണ്ട്. മൂട്ടി സൂഡാമോണാസ് കലക്കി ഒഴിക്കുന്നുണ്ട്. PGPR കലക്കി ഒഴിക്കുന്നുണ്ട്. PGPR 1 ഉം 2 ഉം. ചാണകം ഇടുന്നുണ്ട്. ചാണകം ഇടുന്നുണ്ട്, തോലിടുന്നുണ്ട്. വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇറക്കിയിട്ടേക്കുന്നത് വളത്തിന് വേണ്ടിയിട്ടാണ്. വളത്തിന് വേണ്ടിയിട്ടാണ് ചാണകം ഇറക്കിയിട്ടിരിക്കുന്നത്. ഇതിപ്പോ ചാണകമൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടുമോ? ചാണകം ഇത് പുറത്തുനിന്ന് വാങ്ങിയതാ. ഇതെന്ത് വില? ഒരു പിക്കപ്പിന് 1700 രൂപ. 2 പിക്കപ്പ് ഇറക്കിയിട്ടേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിപ്പം ഈ പയറിന് മാത്രമല്ല, വേറെ കൃഷിയൊക്കെ പാവലിന് തടം എടുത്തോണ്ടിരിക്കുന്നു. പാവലുണ്ട്. പിന്നെ വേറെ കൃഷി ഏത്തവാഴ. ഇതിനെല്ലാം കൂടിയാണ് ഈ ഒരു ഇതിപ്പോ പയറിനും പിന്നെ പാവലിനും മാത്രമാണ്. ചാണകം ഇനിയും വരും. ഇനി 4 ലോഡ് കൂടെ ഇറക്കും. ഓ ശരി. അപ്പൊ ഇത് ഇത്രയും പൈസ മുടക്കി ഈ പിന്നെ ജൈവവളമൊക്കെ ഇറക്കി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ലാഭം കാലാവസ്ഥ നല്ലതാണെന്നൊരു ലാഭം ഉണ്ടാവും. ഇല്ലെങ്കിൽ നഷ്ടം വരും. ഇപ്പൊ ഇട്ട പാവലിനകത്ത് നഷ്ടമായിരുന്നു. പിന്നെ പയറിട്ടത് ഓണത്തിലേക്ക് പയറിട്ടതാ. അത് ഓണം മുമ്പേ എത്തിയത് കൊണ്ട് പയർ ഇനിയിപ്പം വില കുറച്ചേ വിൽക്കാനൊക്കത്തില്ല. ഓണം കഴിഞ്ഞു പോയി. ആദായം ആയതേ ഉള്ളൂ. പിന്നെ കൃഷി വകുപ്പ് നിങ്ങളുടെ കൃഷി വകുപ്പിൽ നിന്ന് സഹായങ്ങൾ തരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കാട് മൂടപ്പെട്ടും മാലിന്യം നിറച്ചും പൊതുജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയാണ് അഞ്ചലിലെ മിനി സിവിൽ സ്റ്റേഷൻ. ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെ വ്യാപകമാകാറുണ്ട്. മിനി സിവിൽ സ്റ്റേഷൻ പരിസരം കാട് മൂടിയും മാലിന്യവും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. 13 സർക്കാർ ഓഫീസുകളാണ് അഞ്ചലിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. കാട് കയറിയതോടെ ഓഫീസിലെ ജനാലയിലൂടെ ഇഴജന്തുക്കൾ ഓഫീസ് മുറിയിൽ കയറിയ സംഭവം വരെ നടന്നിട്ടുണ്ട് എന്നാണ് ADV ന്യൂസിന് അറിയാൻ സാധിച്ചത്. അടിയന്തരമായി മിനി സിവിൽ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി ആലഞ്ചേരി പള്ളി പെരുന്നാൾ വാർത്തകളിലേക്ക്. വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിന്റെ 4ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ 7:15 മുതൽ പ്രഭാത നമസ്കാരം, 8 മണി മുതൽ അഭിവന്യ ഡോക്ടർ
തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും വൈകിട്ട് 6 മണി മുതൽ സന്ധ്യാ നമസ്കാരവും ഗാന ശുശ്രൂഷയും 7 മണി മുതൽ റവറന്റ് ഫാദർ തോമസ് എബ്രഹാം ഇടയാടിയലിന്റെ വചന ശുശ്രൂഷയും നടത്തപ്പെട്ടു. പെരുന്നാളിന്റെ 5ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 7:15 മുതൽ പ്രഭാത നമസ്കാരം, 8 മണി മുതൽ അഭിവന്യ ഡോക്ടർ തേവോദോറസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും രാവിലെ 10:30 മുതൽ അഞ്ചൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിക്കും. തുടർന്ന് വൈകിട്ട് 6 മണി മുതൽ സന്ധ്യാ നമസ്കാരം, ഗാന ശുശ്രൂഷ, 7 മണി മുതൽ അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തയുടെ വചന ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ആലഞ്ചേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട് മൂടപ്പെട്ടും മാലിന്യം നിറച്ചും പൊതുജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയാണ് അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ. മരാമത്ത് വകുപ്പ് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച അതിഥി മന്ദിരം തെരുവ് നായ്ക്കൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും താവളമാകുന്നു. പോലീസ് ഒടുവിൽ പാലീസായി. അഞ്ചൽ പോലീസിന്റെ ജീപ്പാണ് പാലീസ് എന്ന ബോർഡിൽ ഓടുന്നത്. അഞ്ചൽ റേഞ്ച് ഓഫീസ് പടിക്കലെ ട്രാൻസ്ഫോമറിന്റെ അടിവശത്ത് കിടക്കുന്ന മാലിന്യം പട്ടണത്തിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും നിർമ്മിച്ചിട്ടും ഇവയെല്ലാം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ. വിഷരഹിത പച്ചക്കറി വിതരണം ചെയ്ത് സന്തുഷ്ടനായ മികച്ച കർഷകൻ വാസുദേവൻ വീണ്ടും കൃഷിയിടത്തിൽ തിരിച്ചെത്തുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. അർച്ചന ഫാമിലി AC ആൻഡ് non-AC റെസ്റ്റോറന്റ് അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC non-AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non-AC Restaurant Anjal. Contact 0475 227 332 9947 03 5040.